കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാട്ട് അപകടം നിങ്ങളെല്ലാം അറിഞ്ഞു. കൊലപാതകം 18 വയസ്സുകാരിയാണ് കൊലപ്പെടുത്തിയത്. 18 വയസ്സുകാരിയെ പിതാവ് കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തിനിടെ ഉണ്ടായ ബഹളത്തിനിടെയാണ്. പ്രതിയും ഭാര്യയും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇന്നലെയാണ് പ്രതി ഉമ്മർ മകൾ ജുമൈലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സാരംഗ് സുരേഷുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, സ്വത്തുതർക്കവുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടായത്? തുടർന്ന് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ച കാര്യങ്ങൾ എന്താണ്? ഒപ്പം ഒരാൾക്ക് കൂടി വെട്ടേൽക്കുകയും ചെയ്തിരുന്നല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്നലെ വൈകിട്ട് 5:30 ഈ രീതിയിലുണ്ടാകുന്ന ഒരു കൊലപാതകം നടക്കുന്നത്. ജുമൈലയുടെ മാതാവും പിതാവും ഏറെ നാളുകളായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ നടത്തിയ ഒരു ചർച്ചയ്ക്കിടയിലാണ് ഈ രീതിയിൽ ഒരു പ്രകോപനമുണ്ടാകുന്നതും ഉമ്മർ യാതൊരു കാരണവുമില്ലാതെ തന്നെ ഭാര്യയുടെ ബന്ധുക്കൾക്ക് നേരെ കത്തിയടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ അക്രമം നടത്തുന്നതും. അതിനിടയിലാണ് ഉമ്മറിൻ്റെ ഭാര്യയുടെ ബന്ധു കൂടിയായ സെയ്ദബയ്ക്ക് കുത്തേൽക്കുന്നത്. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജുമൈലയ്ക്കും അതീവ ഗുരുതരമായുള്ള പരിക്കേൽക്കുന്നത്. ഉടനെ തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ പരിക്കേറ്റ സെയ്ദബ ഇപ്പോൾ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മംഗൽപാടി ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിലാണ് ജുമൈലയുടെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഉമ്മറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ എത്തി പരിശോധന നടത്തേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വീട് സീൽ ചെയ്ത ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ജുമൈലയുടെ മൃതദേഹം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ തൊട്ടരികിലുള്ള വീട്ടിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളടക്കം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും പോലീസ് ബന്ദോബസ്തിൽ തന്നെയാണ് പ്രദേശമുള്ളത്. ഇയാൾ മുൻപും ഈ രീതിയിൽ സ്വത്തുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പലതവണ ജുമൈലയുടെ ഉമ്മയുടെ ബന്ധുക്കളുമായി പലതവണ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ആ രീതിയിൽ തന്നെ അതിനൊരു സമവായം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഒരു ചർച്ച ഇന്നലെ വൈകിട്ട് ഈ വീട്ടിൽ നടക്കുന്നത്. അതിനിടയിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാവുന്നത്. അതായത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ കത്തിയുമായി എത്തുകയായിരുന്നോ ചെയ്തത് ഉമ്മർ തന്നെയാണ്. മോദി വസ്ത്രത്തിന് അകത്ത് കത്തി ഒളിപ്പിച്ചാണ് ഉമ്മർ ഈ സമവായ ചർച്ചയ്ക്കായി ഭാര്യയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അതിനിടയിലാണ് ബന്ധുക്കൾ തമ്മിൽ അന്യോന്യം വാക്കുതർക്കമുണ്ടാകുന്നത്. ഇതിനിടയിലാണ് ഉമ്മർ ഈ രീതിയിൽ ബന്ധുക്കൾക്ക് നേരെ കത്തിയുമായി ചാടി വീഴുകയും അതോടൊപ്പം തന്നെ രണ്ടുപേരെ കുത്തുകയും ചെയ്തത്. ഇതിനിടയിൽ സ്വന്തം ബന്ധുവിന് കുത്തേൽക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്ന സമയത്ത് അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജുമൈലയ്ക്ക് ഈ കുത്തേൽക്കുന്നത്. അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ജുമൈലയ്ക്ക്. തൊട്ടരികിലുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരൊക്കെ ആ ഒരു സമയത്ത് വലിയ ഒരു ബഹളം ഒക്കെ തന്നെ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഉയർന്നു കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ സമയത്ത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച നാട്ടുകാരാകെ തന്നെ ഭയചകിതരായി പ്രദേശത്തേക്ക് ഓടിക്കൂടി എത്തുകയായിരുന്നു. എന്നാൽ ആളുകളൊക്കെ തന്നെ എത്രയോ ആളുകൾ ഇവിടെ നിന്ന് കൂടി ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ രീതിയിൽ ആളുകൾക്കൊന്നും തന്നെ അക്രമിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചില പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്തൊരു സംഭവം എപ്പോഴാണ് അറിയുന്നത്? ഞങ്ങൾ വരുമ്പോൾ 8 മണി കഴിയും. 8 മണിയാവും. അത് പ്രശ്നമാക്കി പറയുന്നവർ പിന്നെ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി എവിടെയോ പുറത്തോടെ ഉണ്ടായിരുന്നു, ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു. ഉമ്മൻ്റെ വീട്ടിൽ, ജുമൈലമ്മൻ്റെ വീട്ടിൽ ജുബൈദില്ലേ, അവരുടെ വീട് തന്നെ. ഇത് അവരുടെ വീട് തന്നെ. അത് അവളുടെ ഇപ്പം മരിച്ചില്ലേ പെണ്ണ്, ജുബൈദില്ലേ, ജുബൈദിൻ്റെ വലിയച്ഛൻ ആൾക്ക് പരിക്കുണ്ട് കാലിൽ. ഹോസ്പിറ്റലുണ്ട്, മാനത്ത് ആസ്പത്രി ഉണ്ട്. സെയ്ദബയ്ക്ക് നിലവിൽ കാലിനാണ് പരിക്കേറ്റതെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നാളുകളായി ഉമ്മർ നാട്ടിലില്ലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും നാട്ടിലെത്തിയ സമയത്താണ് ഈ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് എത്തുന്നതും അത് പിന്നീട് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതും. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇനി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് തന്നെ കടക്കുന്നു. കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ തെളിവെടുപ്പ് സമയത്ത് വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഭാഗ്യകരമായി പ്രതി തുമിനാട് സ്വദേശിയല്ല. ഇതിന് അപ്പുറമുള്ള ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് കേരള കർണാടക ബോർഡറാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെയുള്ള
വ്യക്തി തന്നെയാണ് ഉമർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി ഏറെ നാളുകളായി കുടുംബമായി തന്നെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും സൂക്ഷിക്കാത്ത ഒരാളായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്രദേശത്തേക്ക് അദ്ദേഹത്തെ കണ്ടിട്ടും ഏറെ നാളുകളായി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരെ സ്വത്ത് തർക്കം എന്നത് തന്നെയാണ് ഇപ്പോൾ സ്വന്തം മകളുടെ ജീവനെടുക്കുന്ന അതിക്രൂര കൃത്യത്തിലേക്ക് ഉമറിനെ നയിച്ചത് എന്നാണ് നമ്മൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഞെട്ടിക്കുന്ന വസ്തുത. മോത്തി, സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ സാറിന് നിലവിൽ? മോത്തി, എന്തായാലും ഇപ്പോൾ മംഗൽപാടി ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിലാണ് ജുമേലയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാവിലെ 9 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കാം എന്നാണ് നിലവിൽ ഉണ്ടായിട്ടുള്ള ധാരണ. എന്തായാലും ഇപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് പൊതുദർശനത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാർക്കും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അല്പസമയത്തെ പൊതുദർശനത്തിന് ശേഷം സമീപത്തുള്ള ജുമാ മസ്ജിദിൽ തന്നെയായിരിക്കും ജുമേലയുടെ മൃതദേഹം ഖബറടക്കുന്നത്.